ഞാൻ ഇന്നൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1 ലിറ്റർ തൈര് എടുക്കുന്നുണ്ട്. അധികം പുളി ഇല്ലാത്ത തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായി ഉടച്ച് കട്ടയൊന്നും കൂടാണ്ട് നന്നായി ഉടച്ച ആ തൈര് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായി 1 കപ്പ് ചിരകിയ തേങ്ങ, അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചുവന്നുള്ളി, 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡും ചേർത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതെല്ലാം ഡയറക്റ്റ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ പുളിശ്ശേരി ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അരച്ച കൂട്ട് ഞാൻ ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുവാണ്. ഇനി കുറച്ച് വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. അതായത് ഈ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ച ചുവ മാറുന്നത് വരെ നന്നായി തിളപ്പിച്ചെടുക്കാം. നമ്മൾ അരച്ചപ്പോൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തൈര് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരും. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് തൈര് ഒഴിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, പിരിഞ്ഞു പോകരുത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിള വരുന്നതിന് മുൻപായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പുളിശ്ശേരി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ആ ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുവാണേ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചിടേണ്ട പരിപാടി കൂടിയേ ഉള്ളൂ. അതിനായി ഞാനൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് കടുക് പൊട്ടി തുടങ്ങുമ്പം ഉലുവയും ഇട്ട് ഇനി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് വറ്റൽമുളകും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് പുളിശ്ശേരിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇത് അടച്ച് വെച്ചതിന് ശേഷമേ ഇത് മിക്സ് ചെയ്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ദേ നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.